കേരളം ഒന്നാകെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അറുജൽ അല്ലേ? എല്ലാവർക്കും അറിയാം. എല്ലാവരും പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പല രീതിയിലും അദ്ദേഹത്തിന് നാട്ടിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. മണ്ണിനടിയിൽ നിന്നാണെങ്കിലും പുഴയിൽ നിന്നാണെങ്കിലും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ വേണ്ടി ഒരുപാടധികം ശ്രമങ്ങൾ നടത്തി നോക്കി. അത് നമ്മുടെ കേരള സർക്കാരാണെങ്കിലും കർണാടക സർക്കാരാണെങ്കിലും ആരുടെയും ഫെയിലാണെന്നും നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഒരിക്കലും നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനും സാധിക്കില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്. എന്താണോ നമ്മുടെ തലയിൽ എഴുതിയിരിക്കുന്നത് അത് നമുക്ക് നടക്കുള്ളൂ. എത്രയും വേഗം അദ്ദേഹം തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെയായിരുന്നു എല്ലാ ആൾക്കാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതിനിടയ്ക്കാണ് വലിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിന് നേരിടേണ്ടി വന്നത്. കേരളത്തിലെ മൊത്തം ജനങ്ങളെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ് 2 ദിവസത്തിന് മുമ്പ് നമുക്ക് നടന്നത്, വയനാട്ടിലെ ഉരുൾപൊട്ടൽ. എൻ്റെ സഹോദരൻ്റെ വീടും അവിടെ തന്നെയാണ്, അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. അത് കാരണം ഞങ്ങൾക്കും ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്ത സമയത്ത് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ സമാധാനത്തോടെ ഇരിക്കാൻ സാധിച്ചത്. പക്ഷേ ന്യൂസിൽ നിന്നും അതുപോലെ തന്നെ അവിടുന്ന് അനിയൻ വിളിച്ചു പറഞ്ഞ ഓരോ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാടധികം സങ്കടം വിഷമം തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല പരിചയക്കാരുടെയും വഴിയും നമ്മൾ പല കാര്യങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാടധികം വേദന തോന്നിപ്പിക്കുന്നൊരു സംഭവമാണ് നമുക്ക് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കാരണം സത്യത്തിൽ ന്യൂസൊന്നും തന്നെ കാണാനായിട്ട് തോന്നുന്നില്ലായിരുന്നു. കാരണം അത്രയും വിഷമവും വേദനയും, കുറച്ച് നാളായിട്ട് മരണം തന്നെയാണ് നമ്മൾ കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം നമുക്ക് ഇനിയും ഒരു മരണത്തിൻ്റെ കാര്യം കാണാനോ കേൾക്കാനോ ഉള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. അത് കാരണം ഈ ന്യൂസൊന്നും കാണുന്നേ ഇല്ലായിരുന്നു. അത്രയ്ക്കും മനസ്സ് നമുക്ക് തകർന്നിരിക്കുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളാൽ കഴിയുന്ന ചെറിയൊരു സഹായം അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഞങ്ങൾ കഴിയുന്നത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാടധികം അതുപോലത്തെ സെൻ്ററുകൾ തുറന്നിട്ടുണ്ടാകും. നമ്മുടെ ഇവിടെ കരുനാഗപ്പള്ളിയിലുണ്ട്. വയനാട്ടിലേക്ക് ഒരുപാടധികം സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു സെൻറ്റർ പോലെ തുറന്നിട്ടുണ്ട്. കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് പേരെ കണ്ടുപിടിക്കാനുണ്ടെന്നാണ് ന്യൂസിലൊക്കെ കാണിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥനയോടെ ഇരിക്കാം, എല്ലാവരെയും നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇനി ഇങ്ങനത്തെ ഒരു മഹാമാരി നമ്മുടെ കേരളത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പം ഡോറയും ഈ വീഡിയോയിൽ വന്നേനെ, പക്ഷെ എന്ത് ചെയ്യാനായിട്ട് ഡോറയ്ക്ക് വയ്യ, ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളായിട്ട് കിടക്കുകയാണ്, ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോറ കിടക്കുകയാണ്. അതാണ് ഡോറയ്ക്കും വരാൻ സാധിക്കാതിരുന്നത്. അല്ലെങ്കിൽ ഡോറയ്ക്കും കുറച്ച് കാര്യങ്ങൾ പറയണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. കുറച്ച് ഇതായിപ്പോയി എന്തായാലും. അപ്പോൾ എന്താ പറയുക, നമുക്ക് വയനാട്ടിന് വേണ്ടി മാത്രമല്ല, നമ്മൾ മൊത്തം കേരളീയർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒരിടത്തും ഒരാൾക്കും ഒരു വ്യക്തിക്കും ഇങ്ങനൊരു ആപത്തും വരാതിരിക്കട്ടെ. ഇപ്പോൾ അർജുനെ നേരിട്ട ഒരു ആപത്തായാലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് വയനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നേരിട്ട ഒരു അപകടമാണെങ്കിൽ ശരി, കേരളത്തിൽ ആർക്കും ഒരാൾക്കും അങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ. അതുപോലെ തന്നെ അവിടെ അപകടത്തിൽപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അതും ജീവനോടെ തന്നെ. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കൈയോർത്ത് നിൽക്കാം. ഇപ്പം മാത്രമല്ല, ഇതിന് ശേഷം കുറച്ച് നാളും കൂടെ നമ്മൾ അവരെ സഹായിക്കേണ്ടതായിട്ട് വരും. നമ്മളാൽ കഴിയുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ളതാണെങ്കിൽ അത്, ആ ഒരു അന്നത്തിനുള്ള വകയാണെങ്കിൽ അത് നമുക്ക് കൊടുത്തവരുടെ കൂടെ നമുക്ക് കൈയോർത്ത് നിൽക്കാം, അവർക്കൊപ്പം താങ്ങായിട്ട് നിൽക്കാം, അവരെ ഇനിയും ജീവിതത്തിലേക്ക് നമുക്ക് പിടിച്ചു ഉയർത്താൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും സഹായിക്കുമെന്നറിയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ സഹായിക്കുമെന്ന് എനിക്കറിയാം, നല്ലോണം അറിയാം. പക്ഷെ എന്താ പറയുക, സഹായിക്കുക, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും ഇത് നമ്മുടെ ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം താല്പര്യാർത്ഥത്തിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. കാരണം എൻ്റെ സഹോദരനും കുടുംബം അവിടെ ഉണ്ട്. എനിക്കതുകൊണ്ട് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്ക് നല്ലോണം മനസ്സിലാവും. അവിടെ ഉള്ള ആൾക്കാരുടെ ബന്ധുക്കളാണെങ്കിലും പരിചയക്കാരാണെങ്കിലും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളും ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബുദ്ധിമുട്ടും വേദനയും വിഷമവും സങ്കടമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യണം തോന്നിയത്. അത്രയേ ഉള്ളൂ.